ഹലോ ഫ്രണ്ട്സ്, ഇനി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ പൂവാറ് നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ്. തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം, ഇപ്പോൾ ഒരു കൊല്ലത്തിന് മേലെ ആയാലും ഹൈലൈറ്റ് വന്നിട്ട്. അവിടെ ലുലു ഡെയിലിയിലാണ് പൂവാറ്. കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ളൂ, പിന്നെ ഒരു വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും വന്ന് കാണാറുള്ളതാട്ടെ ഈ മീനുകളെ കാണാറ് മാത്രമേ ഉള്ളൂ, വാങ്ങാറൊന്നുമില്ല. ഇതിങ്ങനെ കണ്ടു നിൽക്കൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തട്ടി കൊടുക്കും, എല്ലാവരും ഉറങ്ങാവും. അപ്പോൾ ഒന്ന് തട്ടിയൊക്കെ എണീപ്പിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ജീവനുള്ള മീനുകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി കുറച്ച് ചത്ത മീനുകളെ കാണാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുന്ന് നേരെ ചത്ത മീനുകളുടെ അടുത്തേക്കൊക്കെ പോയി. എല്ലാ പ്രാവശ്യം മീൻ വാങ്ങാറുള്ളതാട്ടാ, ഇപ്രാവശ്യം വാങ്ങിച്ചില്ല, വെറുതെ കണ്ടു വന്നു. പിന്നെ ഉപ്പിലിട്ടതിൻ്റെ ഒക്കെ അടുത്തേക്ക് വന്നു. ഇവിടുന്ന് കുറച്ച് അച്ചാർ മേടിച്ചു, ഇവിടുത്തെ അച്ചാറൊക്കെ സൂപ്പറാണ്. പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങിച്ചു, നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഐസ്ക്രീം വാങ്ങി. പിന്നെ നട്ട്സിൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഞങ്ങൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ച് സ്പ്രേ ബോട്ടിലിൻ്റെ അടുത്തേക്കൊക്കെ എത്തി. അവിടെയൊക്കെ കുറച്ച് നേരം ഞെക്കി നിന്ന് പിന്നെ ഞങ്ങൾ ഇടിയപ്പത്തിന് പൊടി വാങ്ങാമെന്ന് വെച്ചു. നൂലപ്പം ഉണ്ടാ, ഇതാകുമ്പോൾ വലിയ ചൂടാക്കൊന്നും വേണ്ട, വെള്ളം പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചുണ്ടാക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അലുവ ഞങ്ങളുടെ മെയിൻ സാധനമാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് നോക്കാൻ മേടിച്ചു. നല്ല ഭംഗിയുള്ള അലുവയായിരുന്നു, പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ വലിയ എയിമില്ലായിരുന്നു അത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു അലുവ പറഞ്ഞു, ഒരു കാലിക്കറ്റ് ചോക്ലേറ്റ് ഹൽവ. അത് കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു അലുവയായിരുന്നു. ആൾ കുറച്ച് നേരം ലാഗ് അടിപ്പിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്കത് തന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഒരു കയ്യിൽ അച്ചാർ, ഒരു കയ്യിൽ ചോക്ലേറ്റ് ഹൽവ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയി. ഫുഡ് ചിക്കൻ വാങ്ങാമെന്ന് വെച്ചു, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചു. ചിക്കൻ്റെ അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് ചിക്കൻ കയ്യിലെത്തിയത്. ചിക്കൻ വാങ്ങാറാകുമ്പോഴേക്കും എൻ്റെ ഒപ്പമുള്ളവരൊക്കെ 4 വഴിക്ക് പോയി തോന്നുന്നുണ്ട്. ചിക്കൻ വാങ്ങേണ്ടത് വന്നത് ഞാൻ തന്നെയാണ്. അതാ കണ്ട, ഞാൻ തന്നെ മേടിച്ച് ഞാൻ തന്നെ ഫോട്ടോ എടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി ചപ്പാത്തി നോക്കി, പാലപ്പം നോക്കി. വേണ്ട, നമുക്ക് കുബൂസ് ഇഷ്ടമായിരുന്നു. അതും കഴിഞ്ഞ് ചോക്ലേറ്റ് പിന്നെ മെയിൻ സാധനമാണല്ലോ. ചോക്ലേറ്റ് ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല. എന്താ സന്തോഷം കണ്ട നോക്ക്. അപ്പോൾ ഒരു വീഡിയോ അല്ലേന്ന് വെച്ചിട്ട് വലിയ ചോക്ലേറ്റിലേക്കൊക്കെ പോയി കയ്യ്. വെറുതെ ഇങ്ങനെ പോവാലോ. പിന്നെ തിരിച്ച് വെച്ച് കുഞ്ഞു ചോക്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു. ബില്ലടിക്കാൻ മക്കളാണ് നിന്നത് കേട്ടെന്ന്, അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ എക്സിറ്റിൽ കൂടെ പതുക്കെ നടക്കുക. അങ്ങനെ നടന്നിട്ട് വേണം നമ്മുടെ പാർക്കിങ്ങിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ കാർ കുറച്ച് കാലമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങളുടെ കുഞ്ഞു വാഹനമായി ഞങ്ങളുടെ സ്വപ്ന വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഒരു കുഞ്ഞു നാനോ കാർ.